ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമ ഭ്രാന്ത് മൂത്തത് കൊണ്ട്, പക്ഷെ സിനിമയിലുള്ള ഒരു വഴി അത്ര ക്ലിയർ ആയിട്ട് വീട്ടുകാരിൽ നിന്ന് കിട്ടാൻ പ്രയാസം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു ജോലി തേടിപ്പോയി. അങ്ങനെ ജോലി ചെയ്തു 2 വർഷം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. യെസ്. സോ ദാറ്റ് വാസ് ദി ഓൺലി വേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പിന്നെ പതുക്കെ ലീവ് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയറക്ടേഴ്സിനെ പോയി കാണുമായിരുന്നു, ചാൻസ് ചോദിച്ചിട്ട്. ഓക്കെ, സാറ്റർഡേ സൺഡേ ഒക്കെ. ഓക്കെ. അന്ന് ഏതൊക്കെ ഡയറക്ടേഴ്സ് ആണ് ആ സമയത്ത് വളരെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത്? മിക്കവാറും എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാരതൻ സാറിനെ കണ്ടിട്ടുണ്ട്, സത്യനന്ദിക്കാർ സാറിനെ കണ്ടിട്ടുണ്ട്, ഫാസിൽ സാറിനെ കണ്ടിട്ടുണ്ട്, ലൂയിസ് സാറിനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വിജയേട്ടിൽ നിന്നാണ്, വിജയ് തമ്പി. സോ ഐ വാസ് വിത്ത് ഹിം ഫോർ എ ഫിലിം. ആൻഡ് അപ്പോഴും ഞാൻ ലൂയിസ് സാറിനെ ഇടയ്ക്ക് കാണുമായിരുന്നു. ഇതൊക്കെ ഇടയ്ക്ക് ലീവ് എടുത്തുകൊണ്ടാണ് പോണേ. ആൻഡ് ഫൈനലി ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം. ആ സമയത്ത് ബ്ലെസ് ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ദെൻ ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഇൻഫാക്റ്റ് ഒരു സിനിമയുടെ ഗ്യാപ്പ് കൂടുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അഡ്വർടൈസിങ്ങിൽ അസിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത സിനിമ റെഡി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഗ്യാപ്പിൽ ഇതിന്റെ എക്സ്പീരിയൻസും കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയായി ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ബ്രേക്ക് എടുത്ത് സിനിമയിലേക്ക് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ആ ബ്രേക്ക് എടുക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ. നേരത്തെ പറഞ്ഞ പോലെ പല സമയത്തും ഇങ്ങനെ അതിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോഴത്തേക്കും ഇതേപോലെ എക്സൈറ്റിംഗ് ആയിട്ട് വേറൊരു ചലഞ്ചിങ് അഡ്വർടൈസിങ് ഓഫർ വരും. അപ്പോൾ അതിൻ്റെ പുറകെ പോവും. ബട്ട് നോ കംപ്ലയിൻസ്, എവറിത്തിങ് ഇസ് ഗുഡ്.